ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി വാർത്താ വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. പ്രധാന വാർത്തകൾ. രാജ്യം 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. 140 കോടി ജനങ്ങൾ ദൃഢനിശ്ചയം ചെയ്ത് ഒറ്റക്കെട്ടായി നീങ്ങിയാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് 2047ഓടെ രാഷ്ട്രം വികസിത ഭാരതമായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൃഷി, വിനോദസഞ്ചാരം, വ്യവസായം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം തുടങ്ങി സമസ്ത മേഖലകളിലും പരിഷ്കരണങ്ങൾക്കായി സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. വയനാട് ദുരന്തമുൾപ്പെടെയുള്ള പ്രതിസന്ധികൾ അതിജീവിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള ദേശീയ കീട നിരീക്ഷണ സംവിധാനം കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ രാജ്യം. പ്രധാന ചടങ്ങുകൾ നടന്ന ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. 140 കോടി ജനങ്ങൾ ദൃഢനിശ്ചയം ചെയ്ത് ഒറ്റക്കെട്ടായി നീങ്ങിയാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് 2047ഓടെ രാഷ്ട്രം വികസിത ഭാരതമായി മാറുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്ര താൽപര്യത്തിന് പ്രഥമ പരിഗണന എന്ന നയത്തിലൂന്നി സർക്കാർ ഒട്ടേറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. വികസിത് ഭാരത് 2047നായി കോടിക്കണക്കിന് പൗരന്മാർ എണ്ണമറ്റ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അനുസ്മരിച്ചു. भारत के लिए गोल्डन एरा है. वैश्विक परिस्थितियों की तुलना में भी देखें, ये मौका हमें जाने नहीं देना चाहिए और इसी मौके को पकड़ करके अपने सपने और संकल्पों को लेकर के चल पड़ेंगे तो हम देश की स्वर्णिम भारत की जो अपेक्षा और हमें विकसित भारत का 2047 का लक्ष्य हम पूरा करके रहेंगे. आज टूरिज्म का क्षेत्र हो, हर सेक्टर में एक नया आधुनिक सिस्टम बन रहा. हम विश्व की बेस्ट प्रैक्टिसेस को भी आगे देख रखते हुए हम हमारे देश की परिस्थितियों के अनुसार आगे बढ़ना चाहते हैं. യുവാക്കളും കർഷകരും സ്ത്രീകളും ഗോത്ര വിഭാഗക്കാരും ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാ തുറയിലുള്ളവർ അടിമത്തത്തിനെതിരെ പോരാടി. 1857 സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് തന്നെ ഗോത്രമേഖലകളിൽ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികളോടും രാജ്യത്തിനായി ബലിദാനികളായവരോടും നാം കടപ്പെട്ടിരിക്കുന്നു. പൂർണ്ണ പ്രതിബദ്ധതയോടെ രാഷ്ട്രത്തെ കാത്തുസൂക്ഷിക്കുന്ന സൈനികരുടെ ധീരതയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഓരോ ജില്ലയ്ക്കും തനതുൽപ്പന്നങ്ങളിൽ അഭിമാനിക്കാൻ അവസരമൊരുക്കിയ വോക്കൽ ഫോർ ലോക്കൽ ഒരു പുതിയ മന്ത്രമായി മാറിയതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. അടുത്തിടെ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. ദുരിതബാധിതരെ അനുശോചനം അറിയിച്ച അദ്ദേഹം രാജ്യം ഒപ്പമുണ്ടെന്ന സന്ദേശവും നൽകി. രാവിലെ 7 മണിയോടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്താനായി ചുവപ്പുകോട്ടയിൽ എത്തിയത്. വിനോദസഞ്ചാരം, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, കൃഷി തുടങ്ങി സമസ്ത മേഖലകളിലും പരിഷ്കരണങ്ങൾക്കായി സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബാങ്കിംഗ് മേഖലയെ ശക്തിപ്പെടുത്താൻ നിരവധി പരിഷ്കാരങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും ശ്രീ നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. നിരവധി സ്റ്റാർട്ടപ്പുകൾ ബഹിരാകാശ മേഖലയിലേക്ക് കടന്നുവന്നതായും അദ്ദേഹം പറഞ്ഞു. ഭീകരാക്രമണങ്ങളെ വിജയകരമായി ചെറുക്കുന്ന ശക്തമായ രാഷ്ട്രമായി ഇന്ത്യ മാറി. ഇന്ന് സർക്കാർ ഗുണഭോക്താക്കളുടെ അടുത്തെത്തി പാചകവാതകം, വെള്ളം, വൈദ്യുതി, ധനസഹായം എന്നിവ നൽകുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 10 കോടി സ്ത്രീകൾ വനിതാ സ്വയം സഹായ സംഘങ്ങളിൽ ചേരുകയും സാമ്പത്തികമായി സ്വതന്ത്രരാവുകയും ചെയ്തു. രാജ്യത്തെ സ്വാശ്രയ സംഘങ്ങൾക്ക് ഇതുവരെ 9 ലക്ഷം കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. സ്വാതന്ത്ര്യത്തിന്റെ 77ാം വാർഷികം ആഘോഷിക്കുമ്പോൾ എല്ലാ മേഖലകളിലും വികസനം സാധ്യമാക്കാൻ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ശ്രമകരമായ ഒട്ടേറെ പരിവർത്തനങ്ങൾക്ക് രാജ്യം സാക്ഷിയായി. അതിൽ എടുത്തു പറയേണ്ടത് ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസനം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയവയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मैं एकदम जमीनी स्तर की बात करूं, विमेन सेल्फ हेल्प ग्रुप, आज 10 साल में हमारे 10 करोड़ बहनें विमेन सेल्फ हेल्प ग्रुप में जुड़ी. सामान्य परिवार की गांव की 10 करोड़ महिलाएं आर्थिक रूप से आत्मनिर्भर बन रही हैं और जब महिला आर्थिक रूप से आत्मनिर्भर बनती हैं
तब परिवार की निर्णय प्रक्रिया की हिस्सेदार बनती हैं, एक बहुत बड़ी सामाजिक परिवर्तन की गारंटी लेकर। കർഷകർ, സ്ത്രീകൾ, യുവജനങ്ങൾ, ഗോത്രവിഭാഗങ്ങളിൽ നിന്നുള്ളവരടക്കം 6000 പേർ ഇത്തവണ ചടങ്ങുകൾക്ക് വിശിഷ്ടാതിഥികളായി എത്തി. വിവിധ സംസ്ഥാനങ്ങളിലെ 12,000-ഓളം കലാകാരന്മാർ ചുവപ്പുകോട്ടയിൽ പരിപാടികൾ അവതരിപ്പിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ മത്സരിച്ച ഇന്ത്യൻ സംഘാംഗങ്ങളും രാജ്യതലസ്ഥാനത്തെ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളായ 250 കർഷകർ വിശിഷ്ടാതിഥികളായി. തിരഞ്ഞെടുക്കപ്പെട്ട 300 വനിതാ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും 150 ലക്ഷാധിപതി ദീദിമാരും 180 ഡ്രോൺ ദീദിമാരും വനിതാ പ്രാതിനിധ്യത്തിൽ ഉൾപ്പെടുന്നു. കര, നാവിക, വ്യോമസേനകൾ, ഡൽഹി പോലീസ്, NCC, NSS ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളും ആഘോഷങ്ങളുടെ ഭാഗമായി. വികസിത് ഭാരത് 2047 എന്ന പ്രമേയം അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യവും മുഖ്യമന്ത്രി സ്വീകരിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുഃഖകരമായ അന്തരീക്ഷത്തിലാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്ത് എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം പറഞ്ഞു. വൈദേശികാധിപത്യത്തിനെതിരായ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്ന ത്യാഗധനരായ ധീര ദേശാഭിമാനികളെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികളെയും ഓർമ്മിക്കേണ്ടതുണ്ട്. അവരുടെ സ്മരണകൾക്ക് അഭിവാദ്യം അർപ്പിക്കേണ്ടതുണ്ട്. അതിനപ്പുറം അവരുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതുമുണ്ട്. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിന ചടങ്ങുകളിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഇന്ത്യ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ആശംസകൾ നേർന്ന് ലോക നേതാക്കൾ. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ത്യയ്ക്ക് ഊഷ്മളമായ സ്വാതന്ത്ര്യദിനാശംസകൾ അറിയിച്ചു. ഇന്ത്യൻ ജനതയുടെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ ചരിത്രമാണ് US ആഘോഷിക്കുന്നതെന്ന് ബ്ലിങ്കൻ പറഞ്ഞു. ഇസ്രായേലും ഇന്ത്യയ്ക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യയിലെ ഇസ്രായേൽ പ്രതിനിധി നവോർ ഗിലോൺ ഹർ ഘർ തിരങ്ക പ്രചാരണത്തിലും പങ്കെടുത്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ ഭാരത് ശ്രീലങ്ക മൈത്രി ഉത്സവ് സംഘടിപ്പിക്കും. ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ സാംസ്കാരിക വിഭാഗമായ സ്വാമി വിവേകാനന്ദ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി കൊളംബോയിലെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ കരകൗശലമേള, ഭക്ഷ്യമേള, സാംസ്കാരിക പ്രകടനങ്ങൾ എന്നിവ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സ്വാതന്ത്ര്യദിന തലേന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുമെന്നും ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. സമീപ ഭാവിയിൽ 3ാമത്തെ വലിയ സമ്പദ് ശക്തിയായി രാജ്യം മാറും. കർഷകർ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കിയെന്നും നാരീശക്തി ഇന്ത്യയുടെ സമ്പത്താണെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. ഇന്ത്യൻ ഒളിമ്പിക് താരങ്ങളുടെ സമർപ്പണത്തെ രാഷ്ട്രപതി പ്രത്യേകം അഭിനന്ദിച്ചു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾക്കും ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾക്കും അർഹരായവരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. മാതൃകാപരമായ സേവനത്തിന് ലഭിച്ച ഈ അംഗീകാരം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് കരുത്തേകാൻ ഇവരെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. 1037 പേർക്കാണ് ഈ വർഷം അവാർഡുകൾ സമ്മാനിക്കുന്നത്. 213 പേർക്കാണ് ധീരതാ പുരസ്കാരങ്ങൾ. വിശിഷ്ട സേവനങ്ങൾക്കുള്ള പുരസ്കാരം 94 പേർക്കും സ്തുത്യർഹ സേവനങ്ങൾക്കുള്ള പുരസ്കാരം 729 പേർക്കുമാണ് നൽകുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ദേശീയ കീട നിരീക്ഷണ സംവിധാനം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യമായും തക്കസമയത്തും കീട നിയന്ത്രണ ഉപദേശങ്ങൾ നൽകുന്നതിന് സജ്ജമാക്കിയിട്ടുള്ളതാണ് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ വകുപ്പിന്റെ ഈ ഡിജിറ്റൽ സംരംഭം. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ PM കിസാൻ സമ്മാൻ നിധി യോജന, PM ഫസൽ ഭീമ യോജന ഗുണഭോക്താക്കൾ, FPO പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടെ 1000-ലധികം കർഷകരെ ആദരിക്കും. പാരീസ് ഒളിമ്പിക്സിൽ 70 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെള്ളി മെഡൽ നൽകണമെന്ന് അഭ്യർത്ഥിച്ച് ഇന്ത്യൻ താരം വിനേഷ് ഭോഗാട്ട് നൽകിയ അപ്പീൽ കായിക തർക്ക പരിഹാര കോടതി തള്ളി. മത്സരത്തിന്റെ ഫൈനലിന് മുൻപ് നടന്ന ഭാരപരിശോധനയിൽ 100 ഗ്രാം കൂടിയതിനാൽ വിനേഷിനെ അയോഗ്യയാക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം 78ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. 140 കോടി ജനങ്ങൾ ദൃഢനിശ്ചയം ചെയ്ത് ഒറ്റക്കെട്ടായി നീങ്ങിയാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് 2047 രാഷ്ട്രം വികസിത ഭാരതമായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൃഷി, വിനോദസഞ്ചാരം, വ്യവസായം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം തുടങ്ങി സമസ്ത മേഖലകളിലും പരിഷ്കരണങ്ങൾക്കായി സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി.
കേരളത്തിലും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ അതിജീവിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള ദേശീയ കീട നിരീക്ഷണ സംവിധാനം കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.